വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ SDP-യുടെ സ്വാധീനം എന്തായിരിക്കും? എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്. പ്രത്യേകിച്ച് ആദ്യം വരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അത് രണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാണ്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം അവർ ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുവെങ്കിലും LDF-ന്റെ കയ്യിൽ നിന്നും ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പാലക്കാടായാലും പുതുപ്പള്ളി ആയാലും തൃക്കാക്കരയായാലും ഇതെല്ലാം തൃക്കാക്കരയായാലും ആ സ്ഥലങ്ങളിലെല്ലാം അവരുടെ സ്വന്തം സീറ്റാണ്. UDF-ന്റെ സ്വന്തം സീറ്റ് അവർക്ക് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക അത്രയും ചെയ്തിട്ടുള്ളൂ. മറിച്ച് ചേലക്കര ഒരു നിർണായക മത്സരമുണ്ടായപ്പോൾ അവർക്ക് ആ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റും നഷ്ടപ്പെട്ടിട്ടില്ല. ചേലക്കര ഉണ്ടായിരുന്നു, അത് അവർ പിടിച്ചെടുത്തു. നിലമ്പൂരാണ് അവരുടെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന സീറ്റ്. അത് നഷ്ടമായാൽ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചുള്ള ചർച്ച വരും. പിന്നീട് പിണറായി വിജയന്റെ അഴിമതിയെക്കുറിച്ച് ചർച്ച വരും, മകളുടെ അഴിമതിയെക്കുറിച്ച് ചർച്ച വരും. മറിച്ച് അവിടെ വിജയിക്കുകയാണെങ്കിൽ നാം ചേലക്കര തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നല്ലോ ഈ പിണറായി 3-യെ കുറിച്ചുള്ള ചർച്ച ഉണ്ടായത്. വീണ്ടും പിണറായി വിജയൻ വരുമെന്ന ഒരു ചർച്ച ഉണ്ടായത് ഈ ചേലക്കര തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടിയാണ്. അത് കൂടുതൽ കരുത്തേക്കാൻ നിലമ്പൂരിലെ വിജയം കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ CPM-ന്റെ ഒരു പ്രമുഖ നേതാവായ സ്വരാജിനെ അവിടെ ഇറക്കി കൃത്യമായി വോട്ട് ചേർക്കുകയും അവിടെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയില്ലെങ്കിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ CPM നടത്തി വരുന്നത്. അതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതാണ്. തങ്ങളുടെ കയ്യിലിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടാൻ എന്തായാലും CPM ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അതുപോലെ തന്നെയാണ് UDF-ന് വലിയ ശക്തിയുള്ള ഒരു സ്ഥലമാണ്. കാരണം അറിയാവുന്നതാണ്, ആര്യാടൻ മുഹമ്മദ് എല്ലാം വർഷങ്ങളായി തന്നെ മത്സരിച്ചു വന്ന കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. എല്ലാ കാലത്തും മലപ്പുറം അറിയപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്. പക്ഷെ ആ മലപ്പുറത്തെ ഒരു കോൺഗ്രസിന്റെ കോട്ടയായി അറിയപ്പെടുന്ന സ്ഥലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ നിലമ്പൂർ കുറച്ച് നാളുകളായി LDF-ന്റെ കയ്യിലാണ്. അതെങ്ങനെയും തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തി വരുന്നത്. മലപ്പുറത്തെ തന്നെ MLA ആയ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മാസങ്ങളായി ചർച്ച നടത്തി വരുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇത് UDF-ആണ്. ആരാണ് അവരുടെ സ്ഥാനാർത്ഥി എന്നതിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ജോയിയാണ് അൻവർ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ അടിത്തറ ഉള്ളത് ഷൗക്കത്ത് അലിക്കാണ്. ഷൗക്കത്ത് അലിയാണോ ജോയിയാണോ എന്ന രീതിയിലുള്ള വലിയ തർക്കങ്ങൾ അവിടെ നടക്കുമ്പോഴും ഇതിലേറ്റവും നിർണായക ഘടകമാകാൻ പോകുന്നത് SDP-യാണ്. SDP-യെ പ്രത്യേകിച്ച് അറിയാമല്ലോ, മലപ്പുറത്തെ നിലമ്പൂർ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ SDP എന്താണ് അവരുടെ നീക്കങ്ങൾ എന്താണെന്നാണ് ഇപ്പോൾ എല്ലാവരും നിരീക്ഷിക്കുന്നത്. കാരണം അവർക്ക് കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 4000-ലധികം വോട്ട്, 4751 വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 3000-ന് അടുത്ത് 3281 വോട്ട് ലഭിച്ചിട്ടുണ്ട്. മറിച്ച് ഈ ജയിച്ച അൻവറിന്റെ ഭൂരിപക്ഷം വെറും 2000 മാത്രമാണ്. അപ്പോൾ ഈ SDP സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയോ അതോ മറ്റൊരു ഏതെങ്കിലും LDF-നോ UDF-നോ പിന്തുണ നൽകുകയോ ചെയ്താൽ ആ മുന്നണിക്ക് വലിയ രീതിയിൽ വിജയിച്ച് കയറാൻ കഴിയും. കാരണം ഭൂരിപക്ഷം ചെറിയതാണ്, ഈ 2000-3000 ആണ്. അപ്പോൾ ഈ 2000-3000 വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് SDP തങ്ങളുടെ കേഡർ വോട്ടുകൾ പൂർണ്ണമായും UDF-ന് നൽകുകയാണെങ്കിൽ UDF-ന് വിജയിച്ച് കയറാൻ കഴിയും. പ്രത്യേകിച്ച് UDF എന്ന് എടുത്തു പറയാൻ കാരണം ഇപ്പോൾ കുറച്ച് നാളുകളായി തന്നെ ഈ SDP UDF-ന് അനുകൂലമായാണ് പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. പല മണ്ഡലങ്ങളിലും SDP-യുടെ തുറന്നൊരു പിന്തുണ തന്നെ UDF-ന് ഉണ്ടായിരുന്നു. പിന്നെ നാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതൊരു തുറന്ന പിന്തുണയായി തന്നെ മാറുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് പിന്നാലെ ആദ്യമായി കൊടിയുമായി മുദ്രാവാക്യവുമായി രംഗത്ത് വന്നത് SDP-യാണ്. പക്ഷെ അതിനപ്പുറം SDP-യുടെ ചില തലവന്മാരെ ഇപ്പം നിരീക്ഷണത്തിലാണ്. ഒരാളെ പ്രധാന നേതാവിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ SDP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇറങ്ങിയോ ചെയ്താൽ കേന്ദ്രം പണി കൊടുക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അങ്ങനെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിലും കേഡർമാർ അവിടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ നേതാക്കളെയാണല്ലോ ഈ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുകയോ അവരുടെ പിന്നാലെ കൂടുകയോ ചെയ്യുന്നത്. അവരുടെ കേഡറും പ്രവർത്തകരും ആ പ്രദേശത്ത് തന്നെ ഉണ്ട്. അവർക്ക് വോട്ടറുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. അത് ഞാൻ പറഞ്ഞ ഏത് രീതിയിൽ പോയാലും ഒരു 3000-4000 വോട്ട് അവർക്ക് അവിടെ ഫിക്സഡ് ആയിട്ടുള്ളതാണ്. ആ വോട്ടിന് വേണ്ടിയായിരിക്കും എന്തായാലും UDF-ഉം LDF-ഉം ശ്രമിക്കുക. അത് പരമാവധി മുതലാക്കാൻ ശ്രമിക്കുന്നത് UDF ആയിരിക്കും. അതുകൊണ്ട് തന്നെ UDF-നാണ് അവിടെ വിജയസാധ്യത കൂടുതൽ. പക്ഷെ അങ്ങനെ എല്ലാ ഘട്ടത്തിലും അങ്ങനെ ദയനീയമായി പരാജയപ്പെട്ടു കൊടുക്കാൻ എന്തായാലും പിണറായി സർക്കാർ തയ്യാറാകില്ല, CPM തയ്യാറാകില്ല. പ്രത്യേകിച്ച് അൻവറാണല്ലോ.
അൻവർ ഒരു കാലത്ത് പിണറായി ഭക്തനായിരുന്നു. പിണറായിക്ക് വേണ്ടി സൈബർ പോരാട്ടം നടത്തുകയും നമുക്കറിയാം ഏഷ്യാനെറ്റും മറുനാടനെല്ലാം നിരന്തരം പൂട്ടിക്കുമെന്ന രീതിയിൽ കൊലവിളി പോലെ, സൈബർ കൊലവിളി പോലെ മുന്നോട്ട് വന്ന ഒരു നേതാവായിരുന്നു PV അൻവർ. പക്ഷെ PV അൻവറിനെ പിന്നെ നാം കാണുന്നത് ഏറ്റവും വലിയ രീതിയിൽ പിണറായി എതിർക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന രീതി പക്ഷേ UDF കുറച്ചുകൂടി ഒരു മുസ്ലിം ലീഗ് അങ്ങോട്ട് ഒരു ചായ്വുണ്ടെന്ന് നമ്മൾ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നതും ഈ പറഞ്ഞതുപോലെ നോമ്പ് സമയത്ത് അവർ ഒരുമിച്ച് വിരുന്ന് കൂടിയതും ഒക്കെ. അപ്പോൾ UDF കുറച്ചുകൂടി ഈ പറഞ്ഞ മുസ്ലിം വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ആ വോട്ട് പിടിക്കാനും കുറച്ചുകൂടി കരുത്ത് ആർജിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം UDF ഇപ്പോൾ ഈ ഒരു മുൻപം വിഷയവുമായി ബന്ധപ്പെട്ടും വഖഫ് ബില്ലിനെതിരെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് UDF കുറേ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് ബാങ്ക് അവർ നേടിയെടുക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇതിനിടയ്ക്കൂടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു വിഭാഗത്തിലെ ഭൂരിഭാഗം വോട്ടുകൾ ഇങ്ങോട്ടേക്ക് മറിയാനല്ലേ സാധ്യത. അല്ല, മുസ്ലിം വോട്ടുകൾ UDF ലക്ഷ്യമിടുകയാണെങ്കിൽ അവിടുത്തെ 45% അവിടെ ഹിന്ദു വോട്ടുകളുണ്ട്. അത് നേടുകയാണ് ഇപ്പോൾ പിണറായിയുടെ ലക്ഷ്യം. അത് നാം മലപ്പുറത്ത് തന്നെയാണ് കണ്ടത്. മലപ്പുറത്ത് SNDP സമ്മേളനവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷെ എല്ലാവരും കരുതിയത് ആ പ്രസ്താവനയെ തള്ളിപ്പറയാൻ CPM അതോടൊപ്പം തന്നെ പിണറായി വിജയൻ തയ്യാറാകുമെന്നായിരുന്നു. അങ്ങനെ ഒരു സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും അദ്ദേഹത്തെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും കുമാരൻ ആശാനോട് തന്നെ ഉപമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഈ വോട്ട് ബാങ്കാണ്. നിലമ്പൂരിലെ 45% വരുന്ന ഹിന്ദു വോട്ട് ബാങ്ക് പിടിച്ചെടുക്കുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് തുടർച്ചയായി തന്നെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പത്രത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം വന്നല്ലോ. അത് മലപ്പുറം ജില്ലയ്ക്കെതിരായിരുന്നു. അവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു, സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഉണ്ടായത്. ലാസ്റ്റ് അദ്ദേഹം അതിൽ നിന്നും മലക്കമറിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയായി തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേസുമായി മുന്നോട്ട് പോകാമല്ല. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കൃത്യമായി തന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ എന്ത് സമരമുണ്ടെങ്കിലും SDP ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഇതിന് പിന്നിലെന്ന രീതിയിലുള്ള നിരന്തര പ്രസ്താവനകളും ഉണ്ടാകുന്നുണ്ടല്ലോ. ആ നിരന്തര പ്രസ്താവനകൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഭൂരിപക്ഷ വോട്ടുകൾ നേടുക, പ്രത്യേകിച്ച് SNDP വോട്ടുകൾ നേടി വീണ്ടും അധികാരത്തിൽ വരിക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും നാം നിലമ്പൂരിൽ കാണുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് നിലമ്പൂരിൽ SDP ആയിരിക്കും. കാരണം SDPക്ക് അവിടെ 3000-4000 വോട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ 2500 വോട്ടിനാണ് PV അൻവറിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മറികടക്കാൻ ഈ SDP വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും UDF നടത്തുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അറസ്റ്റിന് പിന്നാലെ, അവരുടെ ദേശീയ അധ്യക്ഷൻ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ രീതിയിൽ പല ഇടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഉണ്ടായിരുന്നു. ഈ പല പൊതുയോഗങ്ങളിലും നിരന്തര സാന്നിധ്യമായിരുന്നു UDFന്റെ നേതാക്കൾ. അതിലൂടെ തന്നെ കൃത്യമായി തന്നെ വ്യക്തമാകുകയാണ് വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും അത് കഴിഞ്ഞു വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ UDF ലക്ഷ്യമിടുന്നത് SDP വോട്ടാണ്. അത് കൃത്യമായി തന്നെ ചാക്കിലാക്കാനുള്ള പരിപാടികളാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.